أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا ومتقبلا مني يا رب العالمين. اللهم صل على محمد وعلى آل محمد. الحمد لله رب العالمين. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മള് സൂറത്തുൽ നഹലിലാണ്. സൂറത്തുൽ നഹലിലെ 73-ാമത്തെ ആയത്തിലാണ് ഉള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മള് സൂറത്തുൽ നഹല് പൂർത്തിയാക്കണം എന്ന് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد السلام وإياك عليكم نستعين. ورحمة اهدنا الله الصراط وبركاته. المستقيم صراط الذين أنعمت عليهم غير المغضوب السلام عليهم عليكم. ولا الضالين آمين. بسم الله الرحمن الرحيم. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു സൂറത്തുൽ നഹ്ലിലെ 73-ാമത്തെ ആയത്ത് മുതൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആകാശങ്ങളിൽ നിന്നോ ഭൂമിയിൽ നിന്നോ അവർക്ക് വേണ്ടി യാതൊരു ഭക്ഷണവും അധീനപ്പെടുത്തി കൊടുക്കാത്തവരും യാതൊന്നിനും കഴിവില്ലാത്തവരുമായിട്ടുള്ളവരെയാണ് അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നത്. സൂറത്തിൽ 70-ാമത്തെ ആയത്ത് മുതൽ പറയാം ട്ടോ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമുക്ക് ഭക്ഷണത്തിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. കാരണം സൂറത്തുൽ നഹ്ല് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, തേനീച്ചയെ കുറിച്ച് പറയുന്ന സൂറത്താണെന്ന് മനസ്സിലാക്കുക. തേനീച്ചയിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹം എന്താണ്? നമുക്ക് ഒരു പാനീയം, അല്ലെ, നമുക്ക് നമ്മൾ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു പാനീയം ഒരു ജീവിയിൽ നിന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ്. അതിലൂടെ രോഗശമനം നൽകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹത്തിൽപ്പെട്ടതും മൂജിസത്തും നമുക്ക് നൽകിയ ഒരു മൂജിസത്തും കൂടിയാണ്. കാരണം ഒരിക്കലും ഒരു ജീവിയിൽ നിന്ന് അതിന്റെ വിസർജ്യം വരുന്നത് അത് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു പാനീയമായിട്ട് മാറുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. നമുക്കൊരു മനുഷ്യന് അങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ലോകത്ത് ഒരാൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കല്ലാതെ. അപ്പം ഈ ഒരു ഫലം നമുക്ക് നൽകുമ്പം, ഈ ഒരു അനുഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമ്പം അതിന് മുമ്പോടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്? നമ്മളോട് പറഞ്ഞത് അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന്, ഈന്തപ്പനകളിൽ നിന്നും മുന്തിരിവള്ളികളിൽ നിന്നും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഫലങ്ങൾ നൽകുകയും അതിലൂടെ നമുക്ക് പാനീയങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം വരുമ്പം, ഒരു പ്രയാസം വരുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൽ നിന്നുള്ള, നമ്മൾക്കൊരു പഴവർഗ്ഗത്തിൽ നിന്നുള്ള പാനീയം കുടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ദുനിയാവിൽ വെച്ചത് ഒരു അനുഗ്രഹമായിട്ടാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് അതേപോലെ തന്നെ അതിനേക്കാളും അനുഗ്രഹമായിക്കൊണ്ട് ഇതാ നിങ്ങൾക്ക് ഒരു ജീവിയിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു സൃഷ്ടിയിൽ നിന്ന്, അതിൽ നിന്ന് നമുക്ക് പാനീയം നൽകുകയും പിന്നീടും ആ ജീവി എന്ത് ചെയ്യുന്നുണ്ട്? ആ ജീവിക്കുന്നുണ്ട്. നമുക്ക് ആ പാനീയം കിട്ടിയെന്ന് വിചാരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ആ ജീവിയെ കൊല്ലേണ്ടത് കാര്യമില്ല, ആ ജീവിയെ നശിപ്പിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ആ പാനീയം അല്ലാഹു സുബ്ഹാനഹു വതആല സെപ്പറേറ്റ് ആയിട്ട് ആ ജീവിയിൽ നിന്ന് നമുക്ക് വേർതിരിച്ച് തന്നെ വെച്ച് തന്നിരിക്കുകയാണ്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാലും ആ ജീവിക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതേ പാനീയം വീണ്ടും ഉണ്ടാക്കി തരാനും കഴിവ് കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ അതാണ് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് മുന്തിരിവള്ളിയിൽ നിന്നും ഈന്തപ്പനയിൽ നിന്നും മറ്റുള്ള വൃക്ഷങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് ഫലവൃക്ഷങ്ങളെ നൽകുന്നതും അതിന്റെ കൂടെ തന്നെ അത് പാനീയമാക്കിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതിനെ നമുക്ക് ലഹരിയായിട്ടും ഉപയോഗിക്കാം, നന്മയായിട്ടും തിന്മയായിട്ടും അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, തേനീച്ചയെ നിങ്ങൾക്ക് നൽകിയതും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അവ എന്താണ്? അവ മലകളിലും മരങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയണത് പാർപ്പിടങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറയുകയും ചെയ്യുന്നു. എന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. അവയുടെ ഉദരത്തിൽ നിന്ന് വ്യത്യസ്തമായ വർണ്ണത്തിലുള്ള പാനീയം പുറത്തു വരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്, ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തവുമുണ്ട്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്,
അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു. നിങ്ങളിൽ ചിലർ ഏറ്റവും ആവശ്യമായ പ്രായത്തിലേക്ക് തള്ളപ്പെടുന്നു. പലതും അറിഞ്ഞതിന് ശേഷം യാതൊന്നറിയാത്ത അവസ്ഥയിൽ എത്തത്തക്കവണ്ണം. തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം എല്ലാ കഴിവുള്ളവനുമാകുന്നു. അള്ളാഹു നിങ്ങളിൽ ചിലരെക്കാൾ ഉപജീവനത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടതാക്കിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഉപജീവനം നൽകുന്നതിനെ കുറിച്ചിട്ട്. അതും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ നേടിയെടുത്തൊരു അനുഗ്രഹമല്ല അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൂട്ടിക്കൊടുക്കുന്നു, ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കുറച്ചു കൊടുക്കുന്നു. അതൊക്കെ എന്താണ്? ജീവിതം ലഭിച്ചവർ തങ്ങളുടെ ഉപജീവനം തങ്ങളുടെ വലത് കൈകൾ അധീനപ്പെടുത്തി വെച്ചിട്ടുള്ളവർക്ക് വിട്ടുകൊടുക്കുകയും അങ്ങനെ ഉപജീവനത്തിൽ അവർ അടിമയും തുല്യരാവുകയും ചെയ്യുന്നില്ല. അതായത് നമ്മൾ വിചാരിച്ചിട്ട് നമുക്ക് മറ്റൊരാൾക്ക് ഉപജീവനം കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമ്മുടെ അടിമപ്പെടുത്തിയ, അതായത് നമ്മുടെ കീഴിലുള്ള അടിമകളായിട്ടുള്ള ആളുകൾ, അതായത് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് നമ്മുടെ ഉപജീവനം എടുത്തു കൊടുത്തിട്ട് അവരെ നന്നാക്കാനും നമുക്ക് പറ്റില്ല. അവരെ അവരെ അവരുടെ ഉടമസ്ഥ അവരുടെ രണ്ടുപേരുടെയും ഉപജീവനം തുല്യമാക്കാനും നമുക്ക് പറ്റില്ല. നമുക്ക് നമ്മുടേതായ ഉപജീവനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അവർക്ക് അവരുടേതായ ഉപജീവനമാണ് നൽകിയത്. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെയാണോ അവർ നിഷേധിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കുകയും നിങ്ങളുടെ ഇണകളിലൂടെ അവൻ നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും ഉണ്ടാക്കി തരികയും വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് സന്തതി പരമ്പരകൾ നൽകി, അതായത് മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ നൽകിയത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് അവർക്കൊക്കെ ഉപജീവനം അല്ലാഹു സുബ്ഹാനഹു വ തആല വീതിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർ ആ സത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഉദാഹരണമാണ്, നമുക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്കുണ്ടാവുന്ന ജീവിതമാർഗമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നത്. നമുക്ക് കുട്ടികൾ ഉണ്ടാവും തോറും നമ്മുടെ ഉപജീവനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തരും. അല്ലെ? 6 മക്കളുള്ള കുടുംബവും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരൊറ്റ കുഞ്ഞുള്ള കുടുംബവും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്. 6 കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അവര് ഭയപ്പെട്ടുകൊണ്ട് അവര് ഒളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതമാർഗത്തെ വേറെ തരത്തിൽ അവർക്ക് ഉയർത്തി കൊടുക്കും. സുബ്ഹാനല്ലാഹ്, അത് അത് ഒരു വലിയൊരു ദൃഷ്ടാന്തമാണ് നമ്മുടെ ജീവിതത്തിൽ. എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഒരു കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ജീവിതമാർഗ്ഗം അല്ല നമുക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്. അപ്പോഴും നമുക്ക് നല്ല സുഭിക്ഷമായി കഴിക്കാവുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി തരുന്നുണ്ട്. ആ സമയത്ത് കാണാം നമുക്ക് നമ്മുടെ ജീവിതമാർഗ്ഗം നമ്മളെ പിന്നെ ജോലിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നു. കച്ചവടത്തിലാണെങ്കിലും നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നു. നമ്മൾ ഒറ്റ ആളായിട്ട് ജീവിച്ചിരുന്ന സമയത്തുള്ള പോലെയല്ല രണ്ടാളായിട്ട് ജീവിക്കുന്ന സമയത്ത്. ഒറ്റ ആളായിട്ട് കച്ചവടം തുടങ്ങിയ ഒരാള് പിന്നീട് വിവാഹം കഴിയുന്നതോടുകൂടി കച്ചവടത്തിൽ മാറ്റം വരുന്നു. അവരുടെ ഉപജീവനത്തിൽ മാറ്റം വരുന്നു. ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായിട്ട് കടന്നു വരുന്നതായിട്ടാണ് നമ്മൾ കാണുക, അല്ലെ? പക്ഷെ ശരിക്കും എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ഇറങ്ങുന്നതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അവര് ആ സത്യത്തിൽ എന്നിട്ടും അവർ ആ സത്യത്തിൽ വിശ്വസിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിന്നും അവർക്ക് വേണ്ടി യാതൊരു ഭക്ഷണം അധീനപ്പെടുത്തി കൊടുക്കാത്തവരും യാതൊന്നിനും കഴിയാത്തവരുമായിട്ടുള്ളവരെയാണ് അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ ജോലി കിട്ടാനും വേണ്ടിയിട്ടും ഒക്കെ പല സ്ഥലങ്ങളിലും നേർച്ചയാക്കുകയും പല സ്ഥലങ്ങളിലും പോയി വരികയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കൗമുകളുണ്ട്, അല്ലെ? നമ്മളെ പോലും നമുക്ക് ഒരിക്കലും അവരല്ല നമുക്ക് തരുന്നതെന്ന് നമുക്കറിയാം. എന്നാലും നമ്മള് ഒരു 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 സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ പോകുന്ന എത്രയോ ആളുകളുണ്ട്. പല സ്ഥലങ്ങളിലും ജാറം മൂടാനും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പിന്നെ ഈ മറ്റുള്ള മതസ്ഥർ ചെയ്യുന്ന പോലെ ഭജനം ഇരിക്കാൻ പോകുന്ന പോലെയും ഒക്കെ പോകുന്ന എത്രയോ ആളുകളുണ്ട്. അജ്മീർ പോയി വരികയും അവിടെ പോയി വരികയും ഇവിടെ പോയി വരികയും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ പാമ്പ് മേക്കാവില് പാമ്പിനെ ന്റെ ബിംബം കൊടുക്കുകയും അതുപോലെ തന്നെ പല 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 സ്ഥലങ്ങളില് പല സ്ഥലങ്ങളിൽ പോയിട്ട് കുട്ടികളില്ലാത്തവര് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തൊട്ടിൽ കെട്ടിക്കൊടുക്കുക, പിന്നെ ഉപ്പൂപ്പാന്റെ സ്ഥലത്ത് പോയിട്ട് പിന്നെ ജാറം മൂടുക, അങ്ങനെ പല സ്ഥലങ്ങളിലും പല തരത്തിലാണ് ഇബ്ലീസ് അവരെ വഴികേടിലാക്കിയിട്ടുള്ളത്. നമ്മൾ പഠിച്ചു, ഇബ്ലീസിന്റെ ഷർറിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചില്ലേ?
അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഇബ്ലീസ് അവരെ കൊണ്ട് കൺകെട്ടിക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ളത് എത്ര വേഗത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നത് ല്ലേ. പിന്നെ നമ്മളെ നാടുകളിൽ അതുപോലെ തന്നെ ഉണ്ട്. ആടിനെ പിന്നെ ഒരു സ്ഥലത്തേക്ക് നേർച്ചയാക്കുകയും ആ ആടിനെ പിന്നെ ആടിങ്ങനെ നടന്നു പോകുന്ന വഴിയിലൊക്കെ ആ ആടിന്റെ കഴുത്തില് പിന്നെ പൈസ ഇട്ട് കൊടുക്കുക, പൈസന്റെ മാല, നോട്ടുമാല ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇനി ഇനി ഒരു ശിർക്കും ചെയ്യാൻ പറ്റാത്ത വിധം അത്രയും വലിയ ശിർക്കിൽ അവര് ഉൾപ്പെട്ടിട്ടും അവര് പറയുന്നത് എന്താണ്, ഞങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എന്ന്. എത്രയും വലിയ ശിർക്കാണ് ചെയ്യുന്നത്. അള്ളാഹുവിന് പകരം മറ്റൊന്നിനെ അവര് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനൊരു സമന്മാരെ വെക്കുകയും അതിനൊരു ആള് അവര് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വലിയ വലിയ ശിർക്ക് അവർ ചെയ്തിട്ട് പോലും അവരറിയുന്നില്ല ഇത് ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന് സമന്മാരെ വെക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടാത്ത കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ എന്നെ ചോദ്യം ചെയ്യും എന്നുള്ളത്. അവരതിന് ആ ഇബ്ലീസ് അവരെ കൺകെട്ടി വെച്ചിരിക്കുകയാണ് ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആകയാൽ അള്ളാഹുവിന് നിങ്ങൾ ഉപമകൾ പറയരുത്, തീർച്ചയായും അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ള യാതൊന്നിനും കഴിവില്ലാത്തൊരടിമയും നമ്മുടെ വകയായി നാം നല്ല ഉപജീവനം നൽകിയിട്ട് അതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെയും അള്ളാഹു ഉപമയായി എടുത്തു കാണിക്കുന്നു. ഇവർ തുല്യരാകുമോ? അള്ളാഹുവിന് സ്തുതി, പക്ഷെ അവരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. ഇനിയും രണ്ട് പുരുഷന്മാരെ അള്ളാഹു ഉപമയായി എടുത്തു കാണിക്കുന്നു. അവരിൽ ഒരാൾ യാതൊന്നിനും കഴിവില്ലാത്ത ഊമയാകുന്നു. അവൻ തന്റെ യജമാനന് ഒരു ഭാരവുമാണ്. അവനെ എവിടേക്ക് തിരിച്ചുവിട്ടാലും അവൻ യാതൊരു നന്മയും കൊണ്ടുവരില്ല. അവനും നേരായ പാതയിൽ നിലയുറപ്പിച്ചുകൊണ്ട് നീതി കാണിക്കാൻ കൽപ്പിക്കുന്നവനും തുല്യരാകുമോ? അതായത് ഒന്നിനും കഴിവില്ലാത്ത ഒരടിമയും എന്നാല് പിന്നെ അള്ളാഹും അതായത് നേരായ വഴിയിലൂടെ പോകുന്ന ഒരാളും ഇവർ രണ്ടുപേരും കൂടി എന്താവുമെന്ന്, അവര് രണ്ടുപേരും തുല്യരാകുമോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നല്ല കഴിവുള്ള ഒരാളും തീരെ കഴിവില്ലാത്ത ഒരാളും അവർ രണ്ടുപേരും തുല്യരാകുമോ എന്ന്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കഴിവുള്ളവനായ റബ്ബ് എല്ലതും ചോദിച്ചാൽ അവന് നമുക്ക് ഇറക്കി തരുന്നുണ്ടല്ലേ. നമ്മൾ എന്തൊരു ദുആ ചെയ്താലും നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ടിയിട്ട് ആകാശഭൂമികളെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ ചോദിച്ച അതിന്റെ അടിമ ചോദിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഒരുക്കി തരികയാണ് ചെയ്യുന്നത്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ക്രിയയായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സമയമുണ്ട് ല്ലെ, സമയ ഡിലേ ഉണ്ട്. അതായത് ഭൂമി അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. എല്ലാ വസ്തുക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കാലതാമസം കൂടി തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഭക്ഷണം വേണം, ഭക്ഷണത്തിന് നമ്മള് പിന്നെ നിലം ഉഴുത് അതിൽ വിത്തിട്ട് അത് വളമിട്ട് അതിന് വെള്ളം ഒഴിച്ച് അത് ഉയർന്നുയർന്നു വരുന്നത് വരെ എടുക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയം നമ്മള് അതിന് സ്വാഭാവികമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു സമയമാണ്. ആ സമയം നമ്മൾ എന്ത് വെക്കണം, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു വേണം അല്ലെ. അല്ലാതെ നമ്മള് അടുപ്പത്ത് കലം വെച്ച് വെള്ളം ഒഴിച്ച് വെള്ളം തിളപ്പിക്കുമ്പോത്തിന് നമുക്ക് പിന്നെ നമ്മള് വിത്തിട്ട സാധനം ഭക്ഷണമായിട്ട് വരണം എന്ന് നമ്മൾ ഭൂമിയിൽ വെച്ചിട്ട് ദുനിയാവിൽ വെച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം അതെന്താണ്, അതിന് സ്വാഭാവികമായ ഒരു സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുമ്പോഴേക്കും നിങ്ങളുടെ മുന്നിലേക്ക് അത് വരുന്നു എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും രണ്ട് ലോകങ്ങളാണ്, രണ്ട് ലോകത്തെ സംവിധാനങ്ങളാണ്. അപ്പൊ ഭൂമിയിൽ വെച്ചിട്ടുള്ള ആ സംവിധാനം അത് ഭൂമിയിലുള്ള മനുഷ്യർ ജീവിച്ചിരിക്കുന്ന കാലം അത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ. പക്ഷെ അത് നമ്മൾ സ്വർഗത്തിലെ ആ ഒരു സംവിധാനം നമുക്ക് ഭൂമിയിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്തിരിക്കുന്നവൻ എന്താണ്, വിഡ്ഢിയാണ് അല്ലെ. വിഡ്ഢിയായിട്ടുള്ള മനുഷ്യനാണ്. കാരണം അവൻ ജനിച്ചതും അവൻ വളർന്നതും അവന് ഇന്ന് ദുആ ചെയ്യാനായതും ഒരു സമയം വെച്ചിട്ട് തന്നെയാണ്. അല്ലാതെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് അവന് പെട്ടെന്നൊരു ദിവസം 40 വയസ്സും 50 വയസ്സും ആയ ഒരാളായിട്ട് മാറുകയല്ലല്ലോ ചെയ്തത്. അവർക്ക് സ്വാഭാവികമായിട്ടൊരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച് അതിനെ വളർത്തിക്കൊണ്ടുവന്നു. അതിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും പല പല വഴികളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുത്ത് അവനെ ഉയർത്തി 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 കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പൊ അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് അവൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുക. അതൊരു അത്ഭുതകരമായിട്ടൊന്നും ഇവിടെ ദുനിയാവില് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവന്റെ അടിമകൾക്ക് വെച്ചിട്ടില്ല. അത് എക്സെപ്റ്റ് ആർക്കും അല്ലാതെ
അവന് പ്രവാചകന്മാരായിട്ടുള്ള നബിമാർക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഔലിയാക്കൾക്കും വെച്ചിട്ടുണ്ടാവും അത്. കാരണം എന്താണ്, അത് അവർക്കത് ആ പ്രോസസ്സ് അവർക്ക് വേഗത്തിലാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അവരിൽ വിശ്വസിക്കൂല. ജനങ്ങൾ അവരെ പിൻപറ്റി നടക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കാരണം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിച്ചു, അവർ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുമ്പോഴേക്കും ചില കാര്യങ്ങൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ടാവും. അതിൽ പെട്ടതാണ് ഈസാ അലൈഹി ഇസ്ലാമിന് അസുഖം ഭേദമാക്കി കൊടുക്കുന്ന ഇതും, അതുപോലെ തന്നെ കണ്ണ് കാണാത്തവന് കണ്ണിന് കാഴ്ച കൊടുക്കുന്നതും, അതൊക്കെ മരിച്ചവനെ ജീവിപ്പിക്കുന്നതും, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അത് ജനങ്ങൾക്ക് വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ട് ആ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയതാണ് എന്നുള്ളത് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഊജിസത്തുകൾ മാത്രമാണ്. പക്ഷെ അത് സാധാരണ മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് അള്ളാഹു സുബ്ഹാനഹു തആല വെച്ചിട്ടില്ല. അതെന്താ കാരണം, നമ്മളെ പിൻപറ്റി നടക്കുക എന്നുള്ളതല്ല അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ദുനിയാവിൽ വെച്ചിട്ടുള്ള സബബ്. പ്രവാചകന്മാരെ പിൻപറ്റുവാൻ വേണ്ടിയിട്ട് നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ്. അപ്പൊ നമ്മള് സാധാരണ മനുഷ്യരായിരിക്കുന്ന നമുക്ക് ചോദിക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ ഉത്തരം കിട്ടുക എന്ന് പറയുന്നത് അത് അസംഭവ്യമാണ്. അത് നടക്കൂല. നിങ്ങൾ ഇനി എന്ത് തന്നെ പറഞ്ഞിട്ടും, നിങ്ങൾ എന്ത് തന്നെ കരഞ്ഞുകൊണ്ടിരുന്നിട്ടും, നിങ്ങൾ എന്ത് തന്നെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നിട്ടും അതിനൊരു പ്രോസസ്സിന് ഒരു ടൈം ഉണ്ട്. ആ പ്രോസസ്സിന്റെ ടൈം കഴിയുമ്പോഴേ അത് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സിന്റെ ടൈം കഴിയാനാവുന്ന സമയത്ത് ഇബ്ലീസ് നമ്മുടെ അടുത്ത് വന്നിട്ട് വസ്വസിടും. അപ്പുറത്തെ അയൽവാസിയായിട്ട് വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കല്യാണ സ്ഥലത്ത് ചെന്നപ്പോൾ കല്യാണ സ്ഥലത്ത് നിന്ന് ഒരാൾ പറഞ്ഞിട്ടായിരിക്കും നമ്മളോട് പറയും, ഇന്ന സ്ഥലത്ത് പോയിട്ട് തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞാല് കുട്ടി ഉണ്ടാവും. എന്നിട്ട് ഇവന് അവിടേക്ക് പോവുകയാണ്. അവന് വണ്ടി വിളിച്ച് ആളുകളെയും കൂട്ടിയിട്ട് കുടുംബങ്ങളെയും കൂട്ടിയിട്ട് അവൻ അവിടെ പോവുകയാണ്. എന്നിട്ട് തൊട്ടിൽ കെട്ടുകയാണ്. തൊട്ടിൽ കെട്ടി വന്ന് 2-ാം മാസത്തില് അവന്റെ ഭാര്യ ഗർഭിണിയായി. അവന് അവന് വിചാരിക്കേണ്ടത് അതാണോ? അവന് പോയി തൊട്ടിൽ കെട്ടിയപ്പോ അവനക്ക് കുട്ടി ഉണ്ടായി എന്നാണോ? അള്ളാഹു സുബ്ഹാനഹു തആല അവനെ വഴികേടിലാക്കാൻ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് അവൻ വിചാരിക്കുന്നത്. അവൻക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങാനുള്ള ആ അന്ത്യ നിമിഷം എത്തിയ സമയത്ത് അവൻ പോയിട്ട് ഷിർക്കിൽ അകപ്പെട്ടു. അവന് ഷിർക്ക് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവന് ചെയ്ത എല്ലാ ഇബാദത്തുകളും എന്തായി? അത് ബാത്തിലായി പോയി. അവൻ ചെയ്ത പ്രാർത്ഥനകൾ മുഴുവൻ എന്തായി? ഇബാദത്തുകൾ മുഴുവൻ എന്തായി? അത് ബാത്തിലായി പോയി. കാരണം എന്താണ്? ആ അവസാന നിമിഷം, ആ വെയിറ്റ് ചെയ്ത ആ ഒരു ക്ഷമയോടുകൂടി കാത്തിരിപ്പിന്റെ ഒരു അവസാന നിമിഷം വെച്ചിട്ട് ഇബ്ലീസ് അവനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു. അവന് അറിയുന്ന പോലില്ല അവന് വെള്ളത്തിലാണ് കിടക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴും അവന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തൊട്ടില് കെട്ടിയപ്പോ, അല്ലെങ്കിൽ തൊട്ടില് കെട്ടിയപ്പോ അവനക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ അവനക്ക് കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവന് നടക്കുക. നഅൂദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയൊരു വഴികേടിലാണ് അവനെ ആക്കിയിട്ടത് എന്നുള്ളത് അവൻ അറിയുന്നേ ഇല്ല. കാരണം അവന്റെ നെയ്യത്ത് ശരിയായിരുന്നില്ല. ഞാൻ ദുനിയാവിലേക്ക് വന്നത് ഒരു കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് അവന് തിരിച്ചറിഞ്ഞില്ല. ദുനിയാവിലേക്ക് വന്നത് ഒരു വീടിന് വേണ്ടിയിട്ടല്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. ദുനിയാവിലേക്ക് വന്നത് അവന് സമ്പത്തും സ്വത്തും മുതലും ഉണ്ടാക്കിയിട്ട് ദുനിയാവിലെ മാളികകൾ കെട്ടിപ്പടുക്കാനാണെന്നുള്ളത് അവന് ചിന്തിച്ചു പോയി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവന്റെ നെയ്യത്ത് തെറ്റായത് കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബ്ലീസിനെ വിട്ടുകൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാനും എന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഭൂമിയിൽ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കാനും അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തിരിച്ചു മടങ്ങാനും വേണ്ടിയിട്ടാണ് ഞാൻ ദുനിയാവിൽ വന്നത് എന്നുള്ളത് ഉള്ള നെയ്യത്ത് അവനിൽ നിന്ന് വിട്ടുമാറിയത് കൊണ്ട് അവന് ദുനിയാവിന്റെ സബബുകളെ അവൻ ആശ്രയിച്ചു. ദുനിയാവിന്റെ സബബുകൾ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് അവന്റെ മനസ്സ് ആഗ്രഹിച്ചതോട് കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് കൈയെടുത്ത് കളഞ്ഞു. ഭൂമിയിലെ വസ്തുക്കളോടുള്ള ആർത്തി മനുഷ്യന് കൂടിക്കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ നമ്മളെ വിട്ടുകൊടുക്കും. ആർത്തി കൂടിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ നമ്മളെ വിട്ടുകൊടുക്കും. അതോട് കൂടിയിട്ട് നമ്മൾ എന്താവും? നമ്മൾ പല വഴികേടിലേക്കും പോകും. പിന്നീട് നമ്മുടെ ജീവിതം നാം പോലും അറിയാതെ ഷിർക്കിലായിരിക്കും പിന്നീട് പോകുന്നത്. നാം പോലും അറിയില്ല നമ്മള് ഷിർക്കാണ് ചെയ്ത് ജീവിക്കുന്നത് എന്നുള്ളത്. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. എല്ലാവർക്കും അറിയാനുള്ള ഒരു പാഠമാണ്. കാരണം നമ്മുടെ ഉമ്മമാര്, വാപ്പമാര്, അല്ലെങ്കിൽ നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന ആളുകള് അവർ ചെയ്ത അതേ കാര്യം ഞാനും ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴികേടിലാണ് നിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൂതനെ അയച്ചത്, ഈ ഖുർആനെ അയച്ചത് നമ്മളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നേർവഴി എന്താണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ആ സ്പോട്ടിൽ നമ്മൾ എന്താവണം? നമ്മൾ ശരിയായ വഴിയിലേക്ക് നമ്മൾ മാറിക്കയറണം. നമ്മള് പോകുന്ന ട്രെയിനിന്റെ ആ ട്രെയിന് അത്
ശരിയായ വഴിയിൽ കൂടിയല്ല അത് പോകുന്നത്. അത് കൊണ്ടുപോയി ഇടുന്നത് എവിടേക്കാണ്? നരകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ട്രെയിൻ മാറിക്കയറണം എന്നുള്ളത് അവനക്ക് എന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഹി എത്തിച്ചു കൊടുക്കുന്നത്, എന്നാണോ അവന് ഖുർആനിൽ നിന്ന് ആ ഒരു ആയത്ത് അവൻ പഠിക്കുന്നത്, ആ ദിവസം അവന് ആ ഒരു ട്രെയിൻ അവന് മാറിക്കയറണം. അല്ലെങ്കിൽ അവൻ പോയി പതിക്കാൻ പോകുന്നത് ഏറ്റവും വലിയൊരു നരകത്തീയിലാണ്. അത് അവൻ അറിയുന്നത് എന്നായിരിക്കും? അവന് മരണപ്പെട്ടതിന് ശേഷം അറിയുള്ളൂ. ഞാൻ നരകത്തിലായിട്ടാണ് പോകുന്നത് എന്നുള്ളത് മരണപ്പെട്ടതിന് ശേഷം മാത്രമേ അവൻ അറിയുന്നുള്ളൂ. കാരണം എന്താ? നരകത്തിന്റെ ചൂട് അവന്റെ ഖബറിൽ അവൻ അനുഭവിക്കാൻ തുടങ്ങും. അവൻ എന്നാണോ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത്, അന്ന് മുതൽ നരകത്തിന്റെ കാറ്റ് അവന് ആ ഖബറിൽ അനുഭവിക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ദുനിയാവിൽ വെച്ച് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കാം, ആളുകളുടെ അടുത്ത് പറയാം ഇത് തെറ്റാണെന്ന്. പക്ഷെ വീണ്ടും അവര് തർക്കിക്കുകയും നമ്മളോട് വച്ച വെക്കുകയും നമ്മളെ ചീത്ത പറയുകയും നമ്മള് പിന്നെ ഓരോ വഹാബിസം കൊണ്ടുവരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരാണ് വ്യക്തമായ വഴികേടിലായിട്ടുള്ളത്. കാരണം എന്താണ്? അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ചത് മാത്രമേ നമ്മള് ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് നമ്മൾ വിടുതലാവും. അവിടെ നമ്മളത് ചിലപ്പം നമ്മളെ പിന്നെ സലഫിസാണ്, അല്ലെങ്കിൽ മുജാഹിദാണ്, അല്ലെങ്കിൽ വഹാബിസാണ് എന്നൊക്കെ പറയായിരിക്കും. എല്ലാതും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം എന്താണ്? ഞാൻ ഞാൻ എന്റെ റബ്ബ് കൽപ്പിച്ച പ്രകാരം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. ആ തീരുമാനിക്കുമ്പം ഇബ്ലീസ് വന്നിട്ട് പല പല വസ്വാസയിലും ആളുകളാക്കും. പല രീതിയിലും നമ്മളെ വഴികേടിലാക്കിയതാണെന്ന് പറഞ്ഞിട്ടും ആളുകളെ കുറ്റപ്പെടുത്തലുകളും ആളുകളെ മുഖം ചുളിക്കലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. നമ്മുടെ കുടുംബം നമ്മളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം വീണ്ടും ഉണ്ട്. ഈ ഒരു അംഗീകരിക്കാൻ കിടക്കുന്ന സമയമുണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് ചിലപ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നതായിരിക്കും. കുടുംബങ്ങളും ബന്ധുക്കളും നമ്മളോട് ചിലപ്പോൾ സംസാരിക്കൂല, നമ്മളോട് മുഖം ചുളിക്കും, നമ്മൾ നേരെ നോക്കൂല, നമ്മൾ അയക്കുന്ന മെസ്സേജുകളിൽ അവർക്ക് തൃപ്തി ഉണ്ടാവില്ല, ആളുകളുടെ മുന്നിൽ നമ്മൾ അവഗണിക്കും, ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ എന്താണ്? ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു സമയം ഉണ്ടല്ലോ, ദുനിയാവിൽ വെച്ചിട്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിപ്പെട്ട ദാസന്മാരാണെന്ന് ഉറപ്പിക്കാനുള്ള ഒരു സമയമുണ്ടല്ലോ, അത് അള്ളാഹുവും നമ്മൾ നോക്കിക്കാണുകയാണ്, ഇബ്ലീസും നമ്മൾ നോക്കിക്കാണുകയാണ്. ഇബ്ലീസ് ജനങ്ങളുടെ രൂപത്തിൽ നോക്കിക്കാണുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അദൃശ്യങ്ങളിൽ നിന്ന് നോക്കിക്കാണുന്നു. അപ്പൊ ഈ രണ്ട് ഡിലേ പ്രോസസ്സ്, ആ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. അത് ഈ പറയുന്ന ഞാനും അനുഭവിച്ചു വന്ന ഒരാളാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും ഇതിലേക്ക് തുടക്കത്തിലേക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് അനുഭവിക്കാൻ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അനുഭവിക്കാൻ പോകുന്ന ഒരാൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ, ആ പ്രയാസം എന്തായാലും നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് മറ്റൊരാളെ ബോധിപ്പിക്കാനും മറ്റൊരാളെ തൃപ്തിപ്പെടുത്താനും അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ദീനിനെ വലിച്ചെറിഞ്ഞവരുടെ കൂട്ടത്തിലായി പോകും എന്നുള്ളതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇത് നമ്മൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതിലേക്ക് പുതിയതായിട്ട് വന്നു കയറിയ ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശമാണ്. നിങ്ങൾ ഇനി കടക്കാൻ പോകുന്നത് ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എങ്ങനെയുള്ള ആളുകൾക്ക്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഏറ്റവും നന്നായിട്ട് സ്നേഹിച്ച ആളുകൾക്ക് അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം അവന്റെ റസൂലിനെ പിൻപറ്റിയ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തിയ ഒരു മനുഷ്യന് എന്തായാലും ദുനിയാവില് ഒരു പരീക്ഷണ ഘട്ടം കടന്നു പോകാണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നോക്കി കാണുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നോക്കുന്നു, എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങൾ ഇടുന്നു, അത് ഇബ്ലീസിന്റെ രൂപത്തിൽ വന്നിട്ട് നമ്മളെ നോക്ക് ചെയ്യുന്നു. എങ്ങനെയാണോ ആദം അലൈഹി ഇസ്ലാമിന് സ്വർഗത്തിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ പരീക്ഷണം ഇറക്കിയത്, അതുപോലെ തന്നെ അവിടെ വന്നിട്ട് നിനക്ക് അനുഗ്രഹങ്ങൾ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ പഴം കഴിച്ചാൽ മതി എന്ന് പറയുന്നു. അവന് ആ ഇബ്ലീസിന്റെ വാക്കും കേട്ടിട്ട് അവന്റെ ഭാര്യ അതിന് വേണ്ടിയിട്ട് അവനെ പ്രേരിപ്പിക്കുകയും അവന് പോയിട്ട് ആ പഴം കഴിക്കുകയും ചെയ്യുന്നു. അവന്റെ നഗ്നത വെളിപ്പെടുന്നു, അവന് അപമാനിക്കപ്പെടുന്നു, അവന് ഓടിയൊളിക്കുന്നു, സ്വർഗത്തില് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവനാവുന്നു. അവനവിടെ നിന്ന് ഇലകളൊക്കെ പറിച്ച് അവന്റെ ദേഹത്തെ മറയ്ക്കുന്നു. കാരണം അവനക്ക് പിന്നീട് സ്വർഗത്തില് അവനക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഭൂമിയിലേക്ക് നിശ്ചിത കാലയളവിലേക്ക് അവനെ വിട്ടുന്നു. അപ്പൊ ഇതൊരു പ്രോസസ് ആണ്. എങ്ങനെ ഉണ്ടായ പ്രോസസ്സാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. അവന് പരീക്ഷിച്ച എങ്ങനെയാണ്? ഇബ്ലീസിനെ അഴിച്ചുവിട്ടു നമ്മുടെ അടുത്തേക്ക്.
അപ്പൊ ഇബ്ലീസ് വന്നിട്ട് നമ്മളെ നോക്ക് ചെയ്തിട്ട് നമ്മളോട് പറയും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഇനി ദുനിയാവില് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കടന്നു വരും. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ കുടുംബങ്ങളായിരിക്കും, ബന്ധുക്കളായിരിക്കും. അവര് വന്നിട്ട് ഓരോന്ന് പറയും, ഓരോന്ന് സംസാരിക്കും. നമുക്ക് പല പല പ്രയാസങ്ങൾ ഇടയിൽ വരും. ആ പ്രയാസങ്ങളിലൊക്കെ നമ്മൾ എന്താക്കുക? സബർ കാണിക്കുക. ഏ കാരണം ഇത് ഒരു സ്വാഭാവിക പ്രോസസ്സാണ്. നിങ്ങൾ ഇന്ന് അനുഭവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ അനുഭവിച്ചു വന്നതാണ്. ഇതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതാണ്. അവന്റെ സഹാബികൾ അനുഭവിച്ചാണ്. ഇതില് ദീനിലായിട്ട് നിൽക്കുന്ന എല്ലാവരും ആ പ്രോസസ്സ് കടന്നു വന്നവരാണ്. ആ പ്രോസസ്സ് കടന്നു വരാതെ ഒരു മനുഷ്യനും ദീനില് ഉറച്ചു നിൽക്കാൻ കഴിയില്ല. അവന്റെ നെയ്യത്ത് ശരിയാവാതെ ഒരാൾക്കും അവന്റെ ദീനിൽ നിലനിർത്താൻ കഴിയില്ല. അപ്പൊ ആ ഒരു ആ ഒരു നമ്മുടെ ആ നെയ്യത്ത് ശരിയാവുക എന്ന് പറയുന്നത്, അതിന് കുറേ നമ്മളെ വെള്ളം കുടിപ്പിക്കും. നമുക്ക് കുറേ പ്രയാസങ്ങൾ തോന്നും. എന്നാലും എന്റെ റബ്ബിന്റെ മുമ്പിൽ അല്ലാതെ ഞാൻ സുജൂദ് ചെയ്യൂല, എന്റെ റബ്ബിനോടല്ലാതെ ഞാൻ ചോദിക്കൂല, എന്റെ റബ്ബിന് തൃപ്തിപ്പെട്ടതല്ലാതെ ഞാൻ ചെയ്യൂല. ഇത് നമ്മളെ കൊണ്ട്, നാവ് കൊണ്ട് നമ്മളെ കൊണ്ട് ഉയർത്തി പറയിപ്പിച്ചിട്ടല്ലാതെ നമ്മൾ ഒരാളും നമ്മൾ ദീനില് ഉറച്ചു നിൽക്കാൻ പോകുന്നില്ല. നമ്മുടെ നാവ് കൊണ്ട് അത് പറയിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മുടെ ദീനിന്റെ മാർഗം നമുക്ക് എളുപ്പമാക്കും. നമുക്ക് സമാധാനത്തിന്റെ ഒരു സമയം ഉണ്ടാകും. നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ അംഗീകരിക്കുന്ന ഒരു സമയം വരും. നമ്മളെ തൃപ്തിപ്പെടുന്നൊരു ഒരു കൂട്ടായ്മ, ഒരു സമൂഹം, ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഭാഗമാവുകയും ചെയ്യും. ഇതൊരു നോർമലായിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. നിങ്ങൾ അത് കൊണ്ട് തന്നെ ഇതിന് കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. ഇതൊക്കെ എനിക്ക് മുമ്പുള്ളവരും കടന്നു വന്ന പ്രോസസ്സ് തന്നെയാണെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയും നമ്മൾ അതിനെ തൃപ്തിപ്പെടുകയും ചെയ്യാം. മറ്റുള്ളവരെ നമ്മൾ കളിയാക്കുമ്പോഴൊക്കെ ഒന്ന് ചിരിച്ചു കൊടുക്കാനും നമ്മൾ പഠിക്കുക. അത് ചിലപ്പോൾ നമ്മളെ ഭർത്താവാം, നമ്മളെ കുടുംബങ്ങളാവാം, നമ്മളെ അയൽവാസികളായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ മക്കളാവും. അവരുടെ മുമ്പില് നമ്മൾ നല്ല മനോഹരമായിട്ട് ചിരിച്ചു കൊടുക്കുക. അതാണ് ക്ഷമ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് യൂസഫ് അലൈഹി ഇസ്ലാം പറഞ്ഞ ആ ക്ഷമ. ഞാന് മനോഹരമായ ക്ഷമയിലാണ്. അതാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം പറഞ്ഞ ക്ഷമ. ഞാൻ മനോഹരമായ ക്ഷമയിലാണ്. ഇത് ഈ ഒരു ഘട്ടം നമ്മള് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മളിപ്പോ പഠിച്ച സൂറത്തുകളിലെ നബിമാരുടെ കഥകളും ഒക്കെ ആ ഒരു മനോഹരമായ ക്ഷമ അവരെ കൈക്കൊണ്ടതാണെന്ന് നമ്മൾ പഠിക്കും. ആ പഠനം നമ്മുടെ ജീവിതത്തിലേക്കും വരും. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു മനോഹരമായ ക്ഷമ ആവശ്യം വരും. അവിടെ നമ്മൾ ഒച്ച വെച്ചിട്ടും അവരോട് തർക്കിച്ചിട്ടും ഇവരോട് തർക്കിച്ചിട്ടും അവിടെ പോയി ആയത്തെടുത്തു കൊടുന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടും ഇവിടുന്ന് ആയത്ത് കൊണ്ടേ അവിടെ കൊണ്ടേ ഇട്ട് കൊടുത്തിട്ടും അവരോട് അഭിപ്രായം ചോദിച്ചിട്ടും അവരുടെ അടുത്തുനിന്ന് വോയിസ് എടുത്തിട്ട് ഇവിടെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടും അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മനോഹരമായ ക്ഷമയുണ്ട്. അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടത്, അവർക്ക് അറിവ് കൊടുക്കേണ്ടത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രോസസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി കൊടുക്കും. നമ്മള് നമ്മുടേതായ ക്ഷമയില് മാത്രം നിലനിന്നാൽ മതി. നമുക്ക് അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയും ചെയ്യും. അതിന്റെ പേരിൽ നമ്മുടെ മനസ്സ് വിഷമിക്കുക, ഇടങ്ങറാവുക, പിന്നെ അവരിങ്ങനെ പറയുന്നുണ്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട്, അതിലേതാണ് ശരി ഇതേതാണ് ശരി എന്ന് ചോദിച്ച് നമ്മൾ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ നഫ്സിനോട് ചോദിച്ചാൽ മതി, നീ നിൽക്കുന്നത് ശരിയായ വഴിയിലല്ലേ, ശരിയായ വഴിയിലാണെന്ന് നഫ്സ് നിങ്ങളുടെ അടുത്ത് പറയുമ്പം നിങ്ങൾ മനസ്സ് സമാധാനത്തിലാക്കി സുജൂദ് ചെയ്യുക. ഇത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇത് ഒരു നോർമൽ പ്രോസസ് ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 77-ാമത്തെ ആയത്ത് മുതലാണ്. അള്ളാഹുവിനാണ് ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യജ്ഞാനമുള്ളത്. അന്ത്യസമയത്തിന്റെ കാര്യം കണ്ണ് ഇമ വെട്ടും പോലെ മാത്രമാകുന്നു, അഥവാ അതിനേക്കാൾ വേഗത കൂടിയതുമാകുന്നു. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു, നിങ്ങൾ നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടി. അന്തരീക്ഷത്തിൽ ദൈവീക കൽപ്പനക്ക് വിധേയമായി കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കുന്നില്ലേ? അള്ളാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഭൂമിയിൽ നമ്മൾ നടക്കുന്നത്, ആകാശത്ത് പറവകൾ നടക്കുന്നത്, ഇതിനൊക്കെ എന്താണ്? ഒരു അഭൗതികമായ, അതായത് ഭൗതികമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ പറ്റാത്ത ഒരു ചലനശേഷിയുണ്ട്. നമ്മൾ നടക്കുന്നതിന് നമ്മളെ കാലുകൾക്ക് ഒരു എന്താണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും ഗുരുത്വാകർഷണ ബലം. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു അദൃശ്യമാണത്.
അത് ആകാശത്ത് പറക്കുന്ന പറവകൾക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഭൂമിയുമായിട്ടുള്ള ആ കണക്ഷന് അതുകൊണ്ടാണ് അവർ പറന്നു പോകുന്നത്. അല്ലെങ്കിൽ അവരെന്തായിരിക്കും, അവർ ധൂളികളായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുമായിരുന്നു. മേഘങ്ങളെ കണ്ടിട്ടില്ലേ, അത് ധൂളികളായിട്ട് ഒഴുകി നടക്കുകയാണ്. അതിന് എന്തില്ല, അതിന് ഭൂമിയുമായിട്ടുള്ള കണക്ഷൻ അല്ല അതിനുള്ളത്. അത് ആകാശത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അദൃശ്യ കരം കൊണ്ടുള്ള അതിന്റെ ഒഴുക്കാണുള്ളത്. അപ്പൊ ഭൂമിയുമായിട്ടുള്ള എല്ലാ കണക്ഷനുള്ള എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്, അത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നു. അപ്പം ഭൂമിയിൽ നിൽക്കുന്ന പിന്നെ പർവ്വതങ്ങൾക്ക്, പക്ഷികൾക്ക്, വൃക്ഷങ്ങൾക്ക് എല്ലാത്തിനും ഭൂമിയുമായിട്ടുള്ള കണക്ഷനാണ്. അതുപോലെ തന്നെ സൂര്യന്, ചന്ദ്രന്, ഇതൊക്കെ ഭൂമിയുമായിട്ട് കണക്ഷൻ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് അതിന്റെ ഒരേ രീതിയിൽ തന്നെ പോകുന്നത്. ഒരേ രീതിയിൽ പോകാത്ത കാര്യങ്ങൾ, അതായത് പിന്നെ മേഘങ്ങള്, അതുപോലെ തന്നെ ആകാശം, ഇതൊന്നും ഭൂമിയുമായിട്ട് കണക്ഷനുള്ള കാര്യങ്ങളല്ല. അത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് അത് എവിടെയോ നിലനിൽക്കുന്ന ഒരു വസ്തുവാണ്. നമുക്ക് കാണുകൊണ്ട് കാണാൻ പറ്റില്ല അല്ലെ. നമുക്ക് പിന്നെ മേഘങ്ങളെ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റില്ല. അതിന് അള്ളാഹുമായിട്ടുള്ള കണക്ഷനാണുള്ളത്. അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ, അള്ളാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. അത് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു. കാലികളുടെ തോലുകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് പാർപ്പിടങ്ങൾ നൽകിയിരിക്കുന്നു. നിങ്ങൾ യാത്ര ചെയ്യുന്ന ദിവസവും നിങ്ങൾ താവളമടിക്കുന്ന ദിവസവും നിങ്ങൾ അവ അനായാസം ഉപയോഗപ്പെടുത്തുന്നു. ചെമ്മരിയാടുകളുടെയും ഒട്ടകങ്ങളുടെയും കോലാടുകളുടെയും രോമത്തിൽ നിന്ന് ഒരവധി വരെ ഉപയോഗിക്കാവുന്ന വീട്ടുപകരണങ്ങളും ഉപഭോഗ സാധനങ്ങളും അവൻ നൽകിയിരിക്കുന്നു. അള്ളാഹു താൻ സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് പർവ്വതങ്ങളിൽ നിന്ന് അവൻ അഭയകേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളെ ചൂടിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ഉടുപ്പുകളും നിങ്ങൾ അന്യോന്യം നടത്തുന്ന അക്രമങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന കവചങ്ങളും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്രകാരം അവന്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നു, നിങ്ങൾ അവന് കീഴ്പ്പെടുന്നതിന് വേണ്ടി. ഇനി അവർ തിരിഞ്ഞു കളയുന്ന പക്ഷം തനിക്കുള്ള ബാധ്യത കാര്യങ്ങൾ വ്യക്തമാക്കുന്ന പ്രബോധനം മാത്രമാകുന്നു. നിനക്കുള്ള ബാധ്യത കാര്യങ്ങൾ വ്യക്തമാക്കുന്ന പ്രബോധനം മാത്രമാകുന്നു. ഇതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. നമ്മള് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അഥവാ അവരതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാല് അത് നമ്മുടെ ബാധ്യത എന്താണ്, എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ അതില് മനസ്സമാധാനം കണ്ടെത്തണം. മനസ്സമാധാനം ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. നമ്മൾ ഈ ഒരു നിയത്തിൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകാൻ തുടങ്ങിക്കഴിഞ്ഞാല് അവര് കേട്ടില്ല, ഇവര് പറഞ്ഞില്ല, അവര് അറിഞ്ഞില്ല, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക. ഒരു പ്രാവശ്യം പറയും, 2 പ്രാവശ്യം പറയും, 3 പ്രാവശ്യം പറയും, 4ാമത്തെ പ്രാവശ്യം നമ്മൾ അവരെ ഗൗനിക്കേണ്ട കാര്യമേ ഇല്ല. അവര് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അതെന്നെ ബാധിക്കുന്ന കാര്യമേ ഇല്ല. നമ്മുടെ ബാധ്യത എന്താണ്, തൗഹീദ് എത്തിച്ചു കൊടുക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം അവർ മനസ്സിലാക്കുകയും എന്നിട്ട് അതിനെ നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത്, അവരിൽ അധിക പേരും നന്ദി കെട്ടവരാകുന്നു. ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം എഴുന്നേൽപ്പിക്കുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. പിന്നീട് സത്യനിഷേധികൾക്ക് ഉരിയാടാൻ അനുവാദം നൽകപ്പെടുകയില്ല, പരിഹാരം ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുകയുമില്ല. അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ നേരിട്ട് കാണുമ്പോഴാകട്ടെ അത് അവർക്ക് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകപ്പെടുകയുമില്ല. അള്ളാഹുവോട് പങ്കുചേർത്തവർ തങ്ങൾ പങ്കാളികളാക്കിയിരുന്നവരെ പരലോകത്ത് വെച്ച് കണ്ടാൽ ഇപ്രകാരം പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, നിനക്ക് പുറമെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഞങ്ങളുടെ പങ്കാളികളാണ് ഇവർ. അപ്പോൾ അവർ നൽകുന്ന മറുപടി തീർച്ചയായും നിങ്ങൾ കള്ളം പറയുന്നവരാകുന്നു എന്ന വാക്കായിരിക്കും. ആ ദിവസം അവർ അർപ്പണം അല്ലാഹുവിന് നൽകുന്നതും അവർ കെട്ടിച്ചമച്ചു കൊണ്ടിരുന്നതെല്ലാം അവരെ വിട്ടുമാറിക്കളയുന്നതുമാകുന്നു. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്തവരാരോ അവർക്ക് നാം ശിക്ഷയ്ക്ക് മേൽ ശിക്ഷ കൂട്ടിക്കൊടുക്കുന്നതാണ്. അവർ കുഴപ്പം സൃഷ്ടിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമത്രേ അത്. ഓരോ സമുദായത്തിലും അവരുടെ കാര്യത്തിന് സാക്ഷിയായിക്കൊണ്ട് അവരിൽ നിന്ന് തന്നെയുള്ള ഒരാളെ നാം നിയോഗിക്കുകയും ഇക്കൂട്ടരുടെ കാര്യത്തിന് സാക്ഷിയായിക്കൊണ്ട് നിന്നെ നാം കൊണ്ടുവരികയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമത്രേ. എല്ലാ കാര്യത്തിനും വിശദീകരണമായിക്കൊണ്ടും മാർഗദർശനവും കാരുണ്യവും കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്ക് സന്തോഷ വാർത്തയായിക്കൊണ്ടുമാണ് നിനക്ക് നാം വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ്. അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നുമാണ്. നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു. നിങ്ങൾ കരാർ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിന്റെ കരാർ നിങ്ങൾ നിറവേറ്റുക. അള്ളാഹുവെ നിങ്ങളുടെ ജാമ്യക്കാരനായിക്കൊണ്ട് നിങ്ങൾ ഉറപ്പിച്ച് സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കരുത്. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അറിയുന്നു. ഉറപ്പോടെ നൂൽ നോറ്റ ശേഷം തന്റെ നൂൽ പല ഇഴകളാക്കി പിരിച്ചുയർ
പിരിച്ചുയട പിരിയുടച്ച് കളഞ്ഞ ആ ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത്. ഒരു ജനസമൂഹം മറ്റൊരു ജനസമൂഹത്തെക്കാൾ എണ്ണപ്പെരുപ്പമുള്ളതാകുന്നതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങളെ അന്യോന്യം ചതിപ്രയോഗത്തിലൂടെ മാർഗമാക്കി കളയുന്നു. അത് മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തിക്കൊണ്ടിരിക്കുന്നവരാണോ ആ കാര്യം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരിക തന്നെ ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ അവൻ ഏക സമുദായമാക്കുമായിരുന്നു. എന്നാൽ താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ദുർമാർഗത്തിലാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യും. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങളെ അന്യോന്യം ചതിപ്രയോഗത്തിനുള്ള മാർഗമാക്കി കളയരുത്. ഇസ്ലാമിൽ നിലയുറപ്പിച്ചതിന് ശേഷം പാദം ഇടറിപ്പോകാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ ആളുകളെ തടഞ്ഞു നിമിത്തം നിങ്ങൾ കെടുതി അനുഭവിക്കാനും അത് കാരണമായി തീരും. നിങ്ങൾക്ക് ഭയങ്കരമായ ശിക്ഷയുണ്ടായിത്തീരുകയും ചെയ്യും. അള്ളാഹുവിന്റെ കരാറിന് പകരം നിങ്ങൾ തുച്ഛമായ വില വാങ്ങരുത്. തീർച്ചയായും അള്ളാഹുങ്കിലേക്കുള്ളത് തന്നെയാണ് അള്ളാഹുങ്കിലുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ. നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും, അള്ളാഹുങ്കിലുള്ളത് അവശേഷിക്കുന്നത്രേ. ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായി അവർക്കുള്ള പ്രതിഫലം നാം നൽകുക തന്നെ ചെയ്യും. ഏതൊരു ആണോ പെണ്ണോ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നാം നൽകുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായി അവർക്ക് പ്രതിഫലം തീർച്ചയായും നാം അവർക്ക് നൽകുകയും ചെയ്യും. നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് ശരണം തേടിക്കൊള്ളുക. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ വരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ മേൽ അവന് പിശാചിന് യാതൊരു അധികാരവുമില്ല. തീർച്ച അവന്റെ അധികാരം അവനെ രക്ഷാധികാരിയാക്കുന്നവരുടെയും അള്ളാഹുവോട് പങ്കു ചേർക്കുന്നവരുടെയും മേൽ മാത്രമാകുന്നു. ഒരു വേദവാക്യത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു വേദവാക്യം നാം പകരം വെച്ചാൽ അള്ളാഹു ആകട്ടെ താൻ അവതരിപ്പിക്കപ്പെട്ടതിനെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ് താനും. അവർ പറയും നീ കെട്ടിച്ചമച്ച് പറയുന്നവൻ മാത്രമാകുന്നു എന്ന്. അല്ല, അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. പറയുക, വിശ്വസിച്ചവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയും കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്ക് മാർഗദർശനം സന്തോഷവാർത്തയും ആയിക്കൊണ്ടും സത്യപ്രകാരം പരിശുദ്ധാത്മാവ് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് അത് ഇറക്കിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന് നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് അവർ പറയുന്നുണ്ടെന്ന് തീർച്ചയായും നമുക്കറിയാം. അവർ ദുസ്സൂചന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊരാളെ പറ്റിയാണോ ആ ആളുടെ ഭാഷ അനറബിയാകുന്നു. ഇതാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയുമാകുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കാത്തവരാരോ അവരെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. തീർച്ച അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുന്നതുമാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കാത്തവർ തന്നെയാണ് കള്ളം കെട്ടിച്ചമയ്ക്കുന്നത്. അവർ തന്നെയാണ് വ്യാജവാദികൾ. വിശ്വസിച്ചതിന് ശേഷം അള്ളാഹുൽ അവിശ്വസിച്ചവരാരോ അവരുടെ തങ്ങളുടെ ഹൃദയം വിശ്വാസത്തിൽ സമാധാനം പൂണ്ടതായിരിക്കെ നിർബന്ധിക്കപ്പെടുത്തവരല്ല. പ്രത്യുത തുറന്ന മനസ്സോടെ അവിശ്വാസം സ്വീകരിച്ചവരാരോ അവരുടെ മേൽ അള്ളാഹുങ്കിൽ നിന്നുള്ള കോപമുണ്ടായിരിക്കും. അവർക്ക് ഭയങ്കരമായ ശിക്ഷയും ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടെന്നാൽ ഈ ലോക ജീവിതത്തെ പരലോകത്തേക്കാൾ കൂടുതൽ അവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആകട്ടെ സത്യനിഷേധികളായ ആളുകളെ നേർവഴിയിലാക്കുന്നതുമല്ല. ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചക്കും അള്ളാഹു മുദ്ര വെച്ചിട്ടുള്ള ഭാഗമാകുന്നു അവർ. അക്കൂട്ടർ തന്നെയാകുന്നു അശ്രദ്ധർ. ഒട്ടും സംശയമില്ല, അവർ തന്നെയാണ് പരലോകത്ത് നഷ്ടക്കാർ. പിന്നെ തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ സഹായം മർദ്ദനത്തിന് ഇരയായ ശേഷം സ്വദേശം വെടിഞ്ഞു പോവുകയും അനന്തരം സമരത്തിൽ ഏർപ്പെടുകയും ക്ഷമിക്കുകയും ചെയ്തവർക്കായിരിക്കും തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിനുശേഷം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഓരോ വ്യക്തിയും തന്റെ സ്വന്തം കാര്യത്തിനായി വാദിച്ചു കൊണ്ടുവരുന്ന ഓരോ വ്യക്തിക്കും താൻ പ്രവർത്തിച്ചതെന്തോ അത് നിറവേറ്റിക്കൊടുക്കപ്പെടുന്ന അവർ അനീതിക്ക് വിധേയരാകാത്ത ഒരു ദിവസത്തിൽ അള്ളാഹു ഒരു രാജ്യത്തെ ഉപമയായി എടുത്തു കാണിക്കുകയാകുന്നു. അത് സുരക്ഷിതവും ശാന്തവുമായിരുന്നു. അതിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം എല്ലായിടത്തു നിന്നും സമൃദ്ധമായി അവിടെ എത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ആ രാജ്യം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു. അപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിമിത്തം വിശപ്പിന്റെയും ഭയത്തിന്റെയും ഉടുപ്പ് അള്ളാഹു ആ രാജ്യത്തിന് അനുഭവിക്കുമാറായി. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു കളഞ്ഞു. അങ്ങനെ അവർ അക്രമികാരികളായിരിക്കെ ശിക്ഷ അവരെ പിടികൂടി. ആകയാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടമായിട്ടുള്ളത് നിങ്ങൾ തിന്നുകൊള്ളുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ. ശവം, രക്തം, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ടത് എന്നിവ മാത്രമേ അള്ളാഹു നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. വല്ലവനും ഇവ ഭക്ഷിക്കുവാൻ നിർബന്ധിതരാകുന്ന പക്ഷം അതിന് ആഗ്രഹം കാണിക്കുന്നവനോ അതിരുവിട്ട് തിന്നുന്നവനോ അല്ലെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത് 4 വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. അത്
ശവമാണ്, ഒന്ന് രക്തമാണ്, മൂന്നാമത്തെ പന്നി മാംസമാണ്, പിന്നെ നാലാമത്തെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ടതാണ്. ഇത് ബിസ്മി എന്ന് പറയുന്ന ഒരു ഇസ്മ ചെല്ലാതെ, അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറക്കപ്പെട്ട എല്ലാ വസ്തുക്കളും അത് എന്താണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കാൻ പാടില്ല. എന്നാൽ അറിയാതെ നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടു, അവിടെ നിന്ന് നമുക്ക് കഴിക്കാൻ വേറെ ഒന്നുമില്ല, നമുക്ക് അറിയില്ല അത് എന്താണെന്ന്, എവിടുന്നൊക്കെ വന്നത് എന്നറിയില്ല, അവർക്കും അറിയില്ല. അങ്ങനെയൊക്കെ വരുമ്പം അതിനെന്ത് ചെയ്യാ, നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോഴും തോന്നിയതുപോലെ കിട്ടിയതൊക്കെ എടുത്ത് കഴിക്കുക. നമ്മളൊരു ഹോട്ടലിൽ പോയി, അല്ലെങ്കിൽ നമ്മളൊരു ടൂറ് പോയി, ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ താമസമായി, അപ്പം അവിടെ നല്ല ബുഫേ ആണ്, നിറയെ ഭക്ഷണം വെച്ചിട്ടുണ്ട്, ആണ്ട് ഓടിപ്പോയി ആണ്ട് എടുത്ത് കഴിക്കുകയല്ല അവിടെ വേണ്ടത്. അവിടെ നമ്മൾ ചോദിച്ചറിയണം, ഇത് ഹലാലാണോ എന്ന് ചോദിച്ചറിയണം. അവർക്ക് അത് പറഞ്ഞു തരാൻ കഴിയാത്തൊരവസ്ഥയിലാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബിസ്മില്ല പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുക. അത് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് അത് വേണ്ട, അത് കഴിക്കണ്ട, അതിനേക്കാളും നമുക്ക് അല്ലാതെ തന്നെ വേറെ ഭക്ഷണ വസ്തുക്കൾ നമുക്ക് ഉണ്ടെങ്കിൽ ആ ഭക്ഷണ വസ്തുക്കൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. നമുക്ക് വേണ്ടാത്ത സാധനം, നമുക്ക് അറിയാത്ത സാധനം നമ്മൾ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഹയറായിട്ടുള്ള കാര്യം. ഓക്കെ. ഇത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ വല്ലവനും ഇവ ഭക്ഷിക്കുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അവൻ അതിന് ആഗ്രഹം കാണിക്കുവാനോ അതിൽ വിട്ട് തിന്നുന്നവനോ അല്ലെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതായത് അവനക്ക് അതിന് ഭയങ്കര ആഗ്രഹം വരികയാണ്, ആ ഭക്ഷണം സാധനം അത് നല്ല നല്ല മണവും നല്ല ടേസ്റ്റ് ആയിട്ട് അവനക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവൻ അതിന് വിടാത്ത വിധത്തിൽ അവനക്ക് എന്ത് ചെയ്യാം, അതൊന്ന് രുചിച്ചു നോക്കാനുള്ള അനുവാദം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. കാരണം ഒരു അള്ളാഹുവിന്റെ ഒരു അടിമക്ക് ഒരാഗ്രഹം ജനിച്ചിട്ട് ആ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുന്നതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോഴും എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അതായത് അവന് അത് ആഗ്രഹിച്ചു, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുൻനിർത്തിക്കൊണ്ട് അവനെ കാത്തു നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമക്കുള്ള കാരുണ്യം വർഷിക്കുകയാണ്. അതായത് നീ അത്രക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ കഴിച്ചോ, എന്നാലും അതിര് വിട്ടു പോകാത്ത രീതിയിൽ നീ കഴിച്ചോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തെ എത്രത്തോളം വലിയൊരു കാരുണ്യമായിട്ട് നമ്മളത് അറിയുന്നുണ്ടോ? അത് അങ്ങനെ ഒരു കാരുണ്യം എന്റെ റബ്ബ് എനിക്ക് അങ്ങനെ പോലും എന്നോട് കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കാറുണ്ടോ? നമ്മൾ എന്താണ് നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞത് അത് ചെയ്യാൻ ഇസ്ലാമിൽ അങ്ങനെയാണ്, ഇസ്ലാമിലൊക്കെ തടഞ്ഞു വെച്ചതാണ്, ഇസ്ലാമിലൊക്കെ ഇതാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അതിന്റെ അതിൽ ആ തിന്മയുടെ വശം ആഗ്രഹിച്ചുകൊണ്ട് പോകുക എന്നുള്ളതല്ലാതെ അതിന്റെ നന്മ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഇത്. എനിക്ക് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത് എനിക്ക് നന്മയായിക്കൊണ്ടാണ്, സാമൂഹികമായിട്ട് അതിലെ നന്മ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചത് കൊണ്ടാണ്. എന്റെ ശരീരം ദുൽമിലായി പോകരുത്, ഇബ്ലീസിന്റെ ഷർറിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്. അള്ളാഹു കൽപ്പിക്കാത്ത വസ്തുക്കൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഇബ്ലീസ് നമ്മുടെ രക്തത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് തിന്മയിലേക്ക് പോകാനുള്ള, ചായ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്ത് തരികയാണ്. അള്ളാഹു കൽപ്പിച്ചത് മാത്രം നമ്മൾ ഭക്ഷിക്കുക, അള്ളാഹു കൽപ്പിക്കാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുക എന്നുള്ളത്. ഇതുപോലും ഈ ഒരു ചെറിയൊരു ഒരു ഒരു അറിവ് പോലും ഇല്ലാത്തവരായി പോവുകയാണ് നമ്മുടെ മുസ്ലിം സമുദായം. എപ്പോഴും ദീനില് എന്ത് പറഞ്ഞാലും ഒക്കെ തടയപ്പെട്ടതാണ്. ഇസ്ലാമില് അങ്ങനെയാണ്, ഒക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു ഒരു സന്തോഷിക്കാനുള്ള ഒരു അവസരം മുസ്ലിങ്ങള് അത് അത് ദീന് തലക്ക് പിടിച്ച ആളുകൾ അതിനെ മുഴുവൻ തടഞ്ഞു നിർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പോളില് ഒരു തരം ഈർഷ്യയോടെ അല്ലെങ്കിൽ ഒരു തരം പകയോട് കൂടിയിട്ട് നോക്കുന്ന മുസ്ലിങ്ങളിൽപ്പെട്ടവരെന്ന് പറയുന്ന വേറൊരു കൗമുണ്ട്. അവര് നമ്മളെ തടയും, നമ്മളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കും, നമ്മളെ ഒഴിവാക്കി നിർത്തും അവരുടെ പരിപാടികളിൽ നിന്ന്. ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഞാൻ എന്റെ റബ്ബിന്റെ വഴിയിലാണ്. അത് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ഞാൻ എന്റെ റബ്ബിന്റെ വഴിയിലാണോ, ഞാൻ എന്റെ റബ്ബിന്റെ വഴിയിലാണോ നിൽക്കുന്നത്? എന്റെ ഹൃദയം എന്റെ റബ്ബ് തൃപ്തിപ്പെട്ട രീതിയിലാണോ? എന്റെ സംസാരം എന്റെ റബ്ബ് തൃപ്തിപ്പെട്ട രീതിയിലാണോ? ഞാൻ മറ്റുള്ളവർക്ക് നേരായ വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത്? ഇത് മാത്രമേ എന്റെ റബ്ബ് നോക്കി കാണുന്നുള്ളൂ. അല്ലാതെ അതിന്റെ മുകളിൽ കിട്ടുന്ന ആളുകളുടെ ലോകമാന്യതയും
ആളുകളുടെ പേരും പെരുമയും അവൻ നല്ലവനാണെന്നും അവന് നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനാണെന്നും പറയാൻ വേണ്ടിയിട്ട് നമ്മളെ കാണിച്ചു കൂട്ടുന്ന കുറെ ആഭാസങ്ങളുണ്ടല്ലോ. നമ്മുടെ കുടുംബങ്ങളിലും ബന്ധുക്കളിലൊക്കെ നടക്കുന്ന പല പരിപാടികളിലൊക്കെ നടക്കുന്ന ആഭാസങ്ങൾ, അതിലൊക്കെ കൂടിക്കൊടുക്കുക, അതിലൊക്കെ പോയിട്ട് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള ആഭാസങ്ങളിൽ നിന്ന് കൊടുക്കുന്ന മുസ്ലിം സമുദായമാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശാപം. ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ദീനിനെ കുഴിച്ചു മൂടുന്ന സ്വഭാവം കാണിക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മളെ എപ്പോഴും ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണണം. നമ്മുടെ ജീവിതം എന്റെ റബ്ബിന് വേണ്ടിയിട്ടുള്ളതാണ്, ആ റബ്ബിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ പൂർത്തിയാക്കും എന്റെ ജീവിതം എന്നുള്ള ആ ഒരു മനസ്സുറപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ജീവിക്കണം. ക്ഷമ നല്ല വേണ്ടി വരും. സ്റ്റാർട്ടിങ്ങില് ജീവിതത്തിന്റെ തുടക്കത്തിൽ, അതായത് ദീനിലേക്ക് വന്നതിന്റെ തുടക്കത്തില് നമുക്ക് നല്ല ക്ഷമ കാണിക്കുന്ന പോലെ നമ്മൾക്ക് തന്നെ ഫീൽ ആവും. പക്ഷെ പിന്നീട് 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 അത് ഒരു 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 സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാവും. ഒരു 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 അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക, നമ്മുടെ മക്കളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക, നമ്മുടെ ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക. ഇത് പിന്നീട് നമുക്കൊരു ആസ്വാദകരമായി ആ ഒരു സമയത്ത് ആ ഒരു സദസ്സിൽ നമ്മൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മനസ്സമാധാനം ഉണ്ടല്ലോ, അത് അത്രയും വലിയതാണ്. ആ ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റി നിറഞ്ഞതും അത്രയും സന്തോഷം നൽകുന്നതായിരിക്കും. എന്നാൽ അവർ പങ്കെടുത്ത ആളുകൾക്കുണ്ടല്ലോ, അവർക്ക് അന്ന് രാത്രി മുഴുവനും എന്താണ്, അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും അവരുടേതായ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന കുത്തുവാക്കുകളും, അവരത് ചെയ്തു, ഇവരത് ചെയ്തില്ല, ഇവരത് കാണിച്ചു, ഇവരത് കാണിച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന മാത്സര്യങ്ങളായിരിക്കും അവർക്കിടയിൽ. അത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുത്തു പോയ ആളുകൾക്ക് എന്നും ഉള്ളിൽ ഉണ്ടാവുക, അവൻ എന്നെ നോക്കി, ഇവൻ എന്നെ നോക്കിയില്ല, അവിടെ ഇങ്ങനെയായിരുന്നു, അവിടെ എന്നെ പരിഗണിച്ചില്ല, അവിടെ ഭക്ഷണം ഇങ്ങനെ കിട്ടി, അവിടെ ഇങ്ങനെ ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുറ്റപ്പെടുത്തലുകളും അവരുടെ പരാതികളും അവരുടെ പരിഭവങ്ങളുമായിരിക്കും. അതിൽ പങ്കെടുക്കാതെ പോയതിന് അൽഹംദുലില്ലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ചിട്ടല്ലാതെ നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിടുതൽ നൽകൂല. ഇത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. റബ്ബിന്റെ കാരുണ്യത്തിലായിക്കൊണ്ട് നമ്മൾ നിന്നാല്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച അതിർവരമ്പിന്റെ ഉള്ളിൽ നിന്നാല് നമുക്ക് കിട്ടുന്ന മനസ്സമാധാനവും സന്തോഷവും സംതൃപ്തിയും നമ്മുടെ ജീവിത മാർഗങ്ങളിലുള്ള ബറക്കത്തും അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അത് അനുഭവിച്ച് തന്നെ കിട്ടേണ്ട അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവര് ഉറങ്ങുന്നത് സന്തോഷത്തോട് കൂടിയിട്ട് സംതൃപ്തിയോട് കൂടിയിട്ടും ആയിരിക്കും. അവർക്ക് ഉറക്കത്തിനൊരു പ്രയാസം ഉണ്ടാകില്ല, അവർക്ക് എഴുന്നേൽക്കുന്നതിനൊരു പ്രയാസം ഉണ്ടാവില്ല, അവർക്ക് ജീവിക്കുന്നതിനൊരു പ്രയാസം ഉണ്ടാവില്ല. എല്ലാത്തിലും സന്തോഷമായിരിക്കും അവരനുഭവിക്കുന്നത്. എല്ലാതും അവരുടെ സന്തോഷിക്കുന്ന കാര്യങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുസ്ലിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ഒതുങ്ങി ജീവിച്ച ആളുകൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്. ഇത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ നിങ്ങൾ കള്ളം പറയരുത്. അതായത് നമ്മള് ഇത് ഹലാലാണ്, ഇത് ഹറാമാണ്, അങ്ങനെ പറയാൻ പാടില്ല. അതായത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനമായിരിക്കും, ഒരു മാംസം ആയിരിക്കും. ചിലര് പോത്തിറച്ചി കഴിക്കൂല, കോഴി മാത്രം ഉപയോഗിക്കും. അങ്ങനത്തെ നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ കുറെ ഉണ്ട്. പച്ചക്കറി മാത്രം കഴിക്കുള്ളൂ, മട്ടൻ കഴിക്കൂല, അല്ലെങ്കിൽ മുട്ട കഴിക്കൂല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതൊരിക്കലും ഇസ്ലാമുമായിട്ട് കൂട്ടിച്ചേർക്കരുത്. അത് ഇസ്ലാമിന്റെ വാക്കുകളല്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്, ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ നിങ്ങളെ വീടുകളില് നിങ്ങളുടെ ഭക്ഷണ വസ്തുക്കളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാജമാക്കി വെക്കരുത്. ചില വീടുകളില് പിന്നെ പച്ചക്കറി മാത്രം കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും, പിന്നെ നോൺ വെജ് മാത്രം കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും, വെജ് മാത്രം കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇത് ഒരിക്കലും എന്തല്ല, അള്ളാഹു കൽപ്പിച്ചതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യമേ അല്ല. അപ്പൊ ചിലർ മീൻ കഴിക്കാത്തവരുണ്ടാവും. അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതേ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എന്താണ്? ഈ 4 കാര്യങ്ങൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. അതിലപ്പുറത്തേക്ക് നിങ്ങൾ പോയാല് അത് നിങ്ങളുടെ സ്വന്തം ദേഹേച്ഛ മാത്രമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ നടപ്പിലാക്കിയത് എന്ന് മാത്രം.
അതൊരിക്കലും ഇസ്ലാമുമായിട്ട് നിങ്ങൾ കൂട്ടിച്ചേർക്കരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കിയ എത്രയേ അതിന്റെ ഫലം. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവൻ വിജയിക്കുകയില്ല തന്നെ. തുച്ഛമായ സുഖാനുഭവമാണ് ഇപ്പോൾ അവർക്കുള്ളത്, അവർക്ക് വരാനിരിക്കുന്ന ആകട്ടെ വേദനയേറെ ശിക്ഷയും. മുമ്പ് നാം നിനക്ക് വിവരിച്ചു തന്നവ ജൂതന്മാരുടെ മേൽ നാം നിഷിദ്ധമാക്കുകയുണ്ടായി. നാം അവരോട് അനീതി ചെയ്തിട്ടില്ല, പക്ഷെ അവർ അവരോട് തന്നെ അനീതി ചെയ്യുകയുണ്ടായി. പിന്നീട് തീർച്ചയായും നിന്റെ രക്ഷിതാവ് അവിവേകം മൂലം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം ഖേദിച്ചു മടങ്ങുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവനാകുന്നു. തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിനുശേഷം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്രേ. ജൂതന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കുകയുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് അവർക്ക് പിന്നെ ഈ 4 വസ്തുക്കൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം അവർക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവർക്ക് കൊഴുപ്പിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കുകയുണ്ടായി. അതായത് ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിഷിദ്ധമാക്കാതെ തന്നെ അവർ നിഷിദ്ധമായിട്ട് അവർ പ്രഖ്യാപിക്കുകയും പിന്നീട് അവർക്ക് മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവർക്ക് നിയമമാക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അവർക്ക് അത് ബുദ്ധിമുട്ടാവുകയും പിന്നീട് പ്രയാസമാവുകയും ചെയ്യുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് മാത്രം നമ്മൾ നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ എന്താണ്? സ്വന്തം നഫ്സാണ്, സ്വന്തം ദേഹേച്ഛ കൊണ്ട് എനിക്കത് വേണ്ട, എനിക്കിത് വേണ്ട എന്ന് പറയുന്നതാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. ഒരിക്കലും ഇസ്ലാം ഒരു വസ്തുക്കളെയും നിഷിദ്ധമാക്കിയിട്ടില്ല അള്ളാഹു കൽപ്പിച്ചതല്ലാതെ. പിന്നീട് തീർച്ചയായും നിന്റെ രക്ഷിതാവ് അവിവേകം മൂലം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം ഖേദിച്ചു മടങ്ങുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവനാകുന്നു. തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിനുശേഷം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്രേ. തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയാകുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽ പെട്ടവനായിരുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു അദ്ദേഹത്തെ അവൻ തിരഞ്ഞെടുക്കുകയും നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു. ഇഹലോകത്ത് അദ്ദേഹത്തിന് നാം നന്മ നൽകുകയും ചെയ്തിരിക്കുന്നു. പരലോകത്താകട്ടെ തീർച്ചയായും അദ്ദേഹം സദ്വൃത്തരുടെ കൂട്ടത്തിലായിരിക്കും. പിന്നീട് നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്നവനായിരുന്ന ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരണമെന്ന് നിനക്ക് ഇതാ നാം ബോധനം നൽകിയിരിക്കുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽ പെട്ടവനായിരുന്നില്ല. ശബ്ബത്ത് ദിനാചരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ കാര്യത്തിൽ ഭിന്നിച്ചു കഴിഞ്ഞിട്ടുള്ളവർ ആരാണോ അവരുടെ മേൽ തന്നെയാണ്. അവർ ഭിന്നിച്ചിരുന്ന വിഷയത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും നിന്റെ രക്ഷിതാവ് അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും. ശബ്ബത്ത് നാൾ എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പാടില്ല എന്ന് കൽപ്പിക്കപ്പെട്ട സമുദായത്തിന്റെ കഥയാണ്. ആ കഥയില് മത്സ്യം അവരുടെ കടൽക്കരയില് അവർക്ക് പരീക്ഷണമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവർക്ക് കാണിക്കപ്പെട്ടു. അവരോട് അന്ന് മത്സ്യം പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ദിവസങ്ങളായിരുന്നു ശനിയാഴ്ചകളിൽ. അവർക്ക് ഇബാദത്തിന് വേണ്ടി കൽപ്പിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. മുഖവ സമൂഹമായിരുന്നു അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ മുക്കുവന്മാരുടെ സ്ഥിതി അറിയാലോ. മത്സ്യത്തെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താവും? അവർക്ക് ഹാലിളകും. അപ്പം ഈ ഒരു മത്സ്യത്തെ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ അവരുടെ മുന്നിൽ അവര് കടലിൽ നിന്ന് അവർ നോക്കുമ്പോൾ അവർ മത്സ്യം ഇങ്ങനെ കിടന്ന് തുള്ളുന്നു. അവർക്ക് സഹിക്കാൻ കഴിയാതായിട്ട് അവരെന്ത് ചെയ്ത് ബണ്ട് കെട്ടി എന്നാണ്. അതായത് മത്സ്യത്തെ പിടിച്ചു വെക്കുന്ന രീതിയിൽ അവര് ബണ്ട് കെട്ടി വെച്ചിട്ട് ശനിയാഴ്ച കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം അവരെന്ത് ചെയ്യും? അവരതിനെ മത്സ്യത്തെ പിടിക്കും. അപ്പം ആ ബണ്ട് കെട്ടുന്നതോട് കൂടിയിട്ട് എന്തായി? അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് അന്ന് അവർ മത്സ്യത്തെ പിടിച്ചിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസം അവര് അതിനെ കളവാക്കിക്കൊണ്ട് എന്താക്കി? ആ മത്സ്യത്തെ പിടിച്ചു വെച്ച ആ മത്സ്യത്തെ അവര് പിടിക്കുകയും അവര് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പൊ അതില് 2 കൂട്ടരുണ്ടായിരുന്നു. ഒരു കൂട്ടർ പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. ഈ ഒരു പിടിച്ചു വെക്കുന്ന ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇതും ചെയ്യാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ദിവസം മാത്രമേ നിങ്ങൾക്ക് മത്സ്യത്തെ പിടിക്കുക, അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ വിട്ടേക്കുക, നിങ്ങൾ അതിന്റെ പിന്നാലെ പോകരുത് എന്ന് പറഞ്ഞു. വേറൊരു കൂട്ടര് അവരെന്താ ചെയ്തോട്ടെ, ഞങ്ങൾ അബാധത്തിലാണ് നിൽക്കുന്നത്, ഞങ്ങളിപ്പോ അതിന്റെ പിന്നാലെ പോയിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നത്തിൽ പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നു. ഈ തടഞ്ഞവരുണ്ടല്ലോ, ഇത് ചെയ്യാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞ് ആ ഒരു ആളുകളെ ഒഴികെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള എല്ലാ കൗമിനെയും എന്ത് ചെയ്തു? അവരെ കുരങ്ങുകളാക്കി മാറ്റി എന്നാണ്. അതായത് നമ്മുടെ കൂട്ടത്തില് തിന്മ ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ അവഗണിച്ച് കളയുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് ശബ്ബത്ത് നാളിലെ ആളുകളുടെ ശിക്ഷ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഈ കൗമിനും നമുക്കും അത് ബാധകമാണെന്ന് മനസ്സിലാക്കുക.
അപ്പൊ ഇനി നിങ്ങൾ ഇത് ആയത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശബ്ബത്ത് ദിനാചരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ കാര്യത്തിൽ ഭിന്നിച്ചു കഴിഞ്ഞിട്ടുള്ളവരാരോ ആണോ അവരുടെ മേൽ തന്നെയാണ്. അവർ ഭിന്നിച്ചിരുന്ന വിഷയത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും നിന്റെ രക്ഷിതാവ് അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും. യുക്തിദീക്ഷയോടുകൂടിയും സദുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്റെ മാർഗം വിട്ട് പിഴച്ചു പോയവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. തന്മാർഗം പ്രാപിച്ചവരെയും അവൻ നല്ലവണ്ണം അറിയുന്നവനത്രേ. നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ എതിരാളികളിൽ നിന്ന് നിങ്ങളുടെ നേരെയുണ്ടാകുന്ന ശിക്ഷാ നടപടിക്ക് തുല്യമായ നടപടി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലോ അത് തന്നെയാണ് ക്ഷമാശീലർക്ക് കൂടുതൽ ഉത്തമം. നീ ക്ഷമിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്. അവരുടെ സത്യനിഷേധികളുടെ പേരിൽ നീ വ്യസനിക്കരുത്. അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ പറ്റി നീ മനക്ലേശത്തിലാവുകയും ചെയ്യരുത്. തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാകുന്നു, ഒപ്പവും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം നമ്മളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്, നമ്മൾ ക്ഷമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പിന്നാലെ വരും. ആ വരുന്നത് നമ്മള് അള്ളാഹുവെ ഞാൻ കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ ചിരിച്ചുകൊണ്ട് നമ്മളതിനെ തള്ളിക്കളയുകയും നമ്മൾ നമ്മുടെ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഉറപ്പിച്ചു നിർത്തുന്നവന്. പക്ഷെ നമുക്ക് എന്തുണ്ട്, നമുക്ക് അത് നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله غني بفضلك من سواك. ربي انزلني منزلا مباركا انت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير. ربي انزلني منزلا مباركا انت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير. سبحان الله الحمد لله لا اله الا الله الله اكبر ولا حول ولا قوة الا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني واهدني وعافني امين يا رب العالمين. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. ربي انزلني منزلا مباركا انت خير المنزلين. اللهم لا سهل الا ما جعلته سهلا وانت تجعل الحسن اذا شئت سهلا. ربي اني لما انزلت الي من خير فقير. ربنا اتنا من لدنك رحمة وهب لنا من امرنا رشدا. رب اشرح لي صدري ويسر لي امري. يا ارحم الراحمين يا ذا الجلال الإكرام يا القيوم يا الله അഹദ് സമദുമായ അല്ലാഹുവേ, നന്മ നന്മയായും തിന്മ തിന്മയായും തീർത്തിരിച്ചറിയാനും അല്ലാഹുവെ നന്മയിലേക്ക് മുന്നേറാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും അല്ലാഹുവെ നിന്റെ ദീനിലാക്കി ഉറപ്പിച്ചു നിർത്തുകയും അല്ലാഹു അനാവശ്യങ്ങളിൽ നിന്ന് മുട്ടുമാറുവാനും അല്ലാഹുവെ നിനക്ക് തൃപ്തിപ്പെടാത്ത രീതിയിൽ അല്ലാഹുവെ സംസാരിക്കുന്ന സംസാരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവലേകാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവെ നിനക്ക് തൃപ്തിപ്പെടാത്ത രീതിയിൽ സംസാരിക്കുകയും നിനക്ക് തൃപ്തിപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും നിനക്ക് തൃപ്തിപ്പെടാത്ത രീതിയിൽ അല്ലാഹു ചിന്തിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അല്ലാഹുവെ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ ബന്ധുക്കളെയും അല്ലാഹുവെ ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ ഇണകളെയും നീ കാത്തുരക്ഷിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവെ നന്മ നന്മയായി കൽപ്പിക്കാനും തിന്മ തിന്മയായി വിരോധിക്കാനുമുള്ള തൗഫീക്കും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവെ ഞങ്ങളുടെ ദീനിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും അല്ലാഹുവെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും അല്ലാഹുവെ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹുവെ ദീൻ എത്തിച്ചു കൊടുക്കാനും അവരെ നീ നേരായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകാനും അല്ലാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവെ അദൽ ജലാൽ ഇക്രാമായ അല്ലാഹു ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹുവെ ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ അല്ലാഹുവെ ഞങ്ങൾക്ക് നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുകയും നിന്റെ മുന്നിൽ അല്ലാതെ മറ്റാരുടെ മുന്നിൽ കൈ നീട്ടാത്ത വിധം അല്ലാഹുവെ ഞങ്ങളുടെ ജീവിത മാർഗങ്ങളെ അല്ലാഹു വിശാലമാക്കി തരികയും അതിൽ ഞങ്ങളെ സംതൃപ്തരാക്കി തരികയും ചെയ്യണമേ. യാ റഹ്മാൻ അല്ലാഹുവെ അദൽ ജലാൽ ഇക്രാമായ അല്ലാഹു ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹുവെ ഇഹലോകത്തും പരലോകത്തും വിജയം വരിച്ച നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരെയും അല്ലാഹുവെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവെ നീ ശപിച്ചവരുടെ അല്ലാഹുവെ നീ കോപിച്ചവരുടെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ ബന്ധുമിത്രാദികളെയും ഞങ്ങളെ
മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അള്ളാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് എല്ലാ ഹലാലായ മുറാദുകളും നീ പൂർത്തീകരിച്ചു കൊടുക്കുകയും അസുഖങ്ങളും കൊണ്ടും ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. അള്ളാഹുയെ മാറാരോഗങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, മഹാരോഗങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ സന്തതി പരമ്പരകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നവരെയും അള്ളാഹുയെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും കാത്തുരക്ഷിക്കണമേ. آمين 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 برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين حمدا كثيرا طيبا بارك فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الحمد لله رب العالمين حمدا كثيرا طيبا بارك فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام. عليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله. جزاك الله. وعليكم السلام ورحمة الله وبركاته. ഇത് ലിങ്ക് കൊടുത്തിട്ട് കിട്ടുന്നില്ല, അതിൽ കേറാൻ പറ്റുന്നില്ല. ഇപ്പൊ ഉള്ളതിൽ ലിങ്ക് ഉണ്ടാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ലിങ്ക് വബറകാതുഹു. മുനീസത്തെ ഒന്ന് ഇട്ട് കൊടുക്കും. ഇപ്പൊ ചാറ്റ് ബോക്സിൽ ലിങ്ക് വരും കേട്ടോ. ആ ലിങ്കിൽ കയറിക്കോളി കേട്ടോ. ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുത്തും ചെയ്തോളൂ. ഓക്കെ. ജസാക്കല്ലാഹ് ഖൈർ. വയ്യ